PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF-നകത്ത് വലിയ ഭിന്നഭിപ്രായമുണ്ടാകുന്നു. CPI സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതേസമയം CPM-നകത്തും ഈ വിഷയത്തിൽ ഭിന്നഭിപ്രായമുണ്ട്. ഒരു ഘട്ടത്തിൽ PM ശ്രീ പദ്ധതിയെ വലിയ തോതിൽ CPIM വിമർശിച്ചിരുന്നു. ജനറൽ സെക്രട്ടറി MA ബേബി ഇത് ഒരു കാരണവശാലും ഒപ്പിടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്കുള്ള സ്വീകാര്യത മാത്രമല്ല, സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ലഭിക്കുമ്പോൾ ഈ പദ്ധതിയോട് സംസ്ഥാന സർക്കാരിന് മുഖം തിരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തിരിച്ചറിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത്. PM ശ്രീ പദ്ധതിയെ ചൊല്ലി LDF-ൽ പൊട്ടിത്തെറി. CPI-യുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 12:30 നിലപാട് വ്യക്തമാക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. അതേസമയം CPI മന്ത്രിമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AIYF രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും നൽകും. മിഥുൻ, ഈ LDF-നകത്ത് ഇപ്പോൾ വലിയ തോതിൽ ഭിന്നഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നു. ഇതിനിടയിൽ AIYF ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ് മിഥുൻ? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം തന്നെയാണ് AIYF-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉയർത്തിയിരിക്കുന്നത്. ധാർമ്മികതയുണ്ടെങ്കിൽ CPI മന്ത്രിമാർ രാജിവെക്കണമെന്നാണ് AIYF-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KV സാഗർ ആവശ്യപ്പെടുന്നത്. PM ശ്രീയിൽ ഒപ്പുവെച്ച സർക്കാർ തീരുമാനം മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും സാഗർ തന്റെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ PM ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തു എന്നൊരു വിമർശനം തന്നെയാണ് CPI-യിൽ നിന്ന് ഉയരുന്നത്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ CPI-യുടെ യുവജന സംഘടനയായ AIYF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും അത് മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന തുടർ പ്രതികരണങ്ങൾ അതുതന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. LDF മുന്നണിക്കുള്ളിൽ CPI-ക്ക് യാതൊരു വിലയും നൽകുന്നില്ല എന്നൊരു വിലയിരുത്തൽ പൊതുവെ CPI-ക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയും തങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ശക്തമായൊരു മറുപടി CPM നേതൃത്വത്തിന് നൽകണമെന്നൊരു പൊതു വികാരം CPI മുന്നണിക്കുള്ളിൽ ഉയർന്നതായും സൂചനയുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ തന്നെയാണ് AIYF-ന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. കാരണം ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുതെന്ന് തുടക്കം തൊട്ടേ ആവശ്യപ്പെട്ട ഒരു സംഘടനയാണ് ഈ CPI-യുടെ യുവജന സംഘടനയായ AIYF. അതുകൊണ്ട് തന്നെ അവരെ പോലും പരിഗണിക്കാതെ സർക്കാർ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ചർച്ച പോലും നടത്താതെ പദ്ധതിയിൽ ഒപ്പിട്ടത് അത് അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ CPI മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങളുമായി മന്ത്രിമാരെ ഉൾപ്പെടെ പിൻവലിക്കണം, അവർ രാജിവെച്ച് ഒഴിയണം എന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് യുവജന നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായത്. മുന്നണി മര്യാദകൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്നും ഇവർ വളരെ ഗുരുതരമായി തന്നെ ആരോപണവുമായി ചെയ്യുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ വീണ ഈ CPI-യുടെ യോഗം ചേരുന്ന സ്ഥലത്ത് നിന്നും ചേരുകയാണ്. വീണ, 12:30 നിലപാട് വ്യക്തമാക്കുമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. ഒരുപക്ഷേ ഈ മന്ത്രിസഭയുടെ കാലത്ത് CPM-ഉം CPI-യും ഇത്രത്തോളം കൊമ്പുകോർക്കുന്ന അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്ന മറ്റൊരു വിഷയം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് CPI ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത്? വീണ, 12:30 യോഗം ചേരുക. ആ യോഗത്തിന് ശേഷമായിരിക്കും CPI-യുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ബിനോയ് വിശ്വം നിമിഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട്, ജനം TV അടക്കമുള്ള മാധ്യമങ്ങളോട് പ്രതികരണം തന്നെയാണ് ബിനോയ് വിശ്വം നിമിഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട്, ജനം TV അടക്കമുള്ള മാധ്യമങ്ങളോട് നടത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തിയുണ്ട്. അത് പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പായിട്ടുണ്ട്. കാര്യം മന്ത്രിസഭയിലടക്കം അത് വിള്ളലുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാര്യം മന്ത്രിസഭാ യോഗം ചേർന്ന സമയത്തടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ എതിർപ്പ് K രാജൻ അടക്കമുള്ള മന്ത്രിമാരാണ് CPI-യിലെ മന്ത്രിമാർ നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പോകുന്നുവെന്നും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാട് ഈ മന്ത്രിസഭയിൽ വ്യക്തമാക്കിയിരുന്നില്ല. രണ്ട് തവണയും ഇത്തരത്തിലുള്ള എതിർപ്പ് അറിയിച്ചിരുന്നപ്പോൾ ഇതുമായി മുമ്പോട്ട് പോകില്ല എന്നൊരു തരത്തിലുള്ളൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ഈ CPI-യുടെ ഭാഗത്ത് നിന്ന് CPI അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം അടക്കം നൽകിയിരിക്കുന്നത്. ഇത് മന്ത്രിസഭയെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. ബിനോയ് വിശ്വം നിലപാട് വിശദീകരിക്കട്ടെ. അപ്പോൾ എന്താണ്
എന്താണ് CPI എടുക്കുന്ന തീരുമാനമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ അവിടെ തന്നെ തുടരുക. ഇപ്പോൾ ഐസൺ ജോസ് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐസൺ, ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുമ്പോൾ അത് 2021 കേന്ദ്ര സർക്കാർ ആദ്യം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെക്കുന്നു. അതിനെ തുടർന്നാണല്ലോ ഈ PM ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. ഇതിനകം തന്നെ വിവിധ സംസ്ഥാന സർക്കാരുകൾ അത് നടപ്പാക്കുകയും അതിന്റെ ഗുണഭോക്താക്കളാകുകയും ചെയ്തു. കേരളത്തിലേക്ക് ഈ പദ്ധതി വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത് ഏത് രീതിയിലാണ് ഗുണം ചെയ്യുന്നത് ഐസൺ? ഗൗതം, തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏത് രീതിയിലാണ് ഗുണം ചെയ്യുന്നത് എന്ന് പ്രാഥമികമായി തന്നെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഏറെ ഉയർന്നു കേട്ടതാണ് 1500 കോടി രൂപയുടെ സാമ്പത്തികമായ ഒരു പിന്തുണ ലഭ്യമാകുമെന്നുള്ളത്. ഈ സാമ്പത്തിക പിന്തുണ ലഭ്യമാകുമ്പോൾ സ്വാഭാവികമായും 1500 കോടി എന്ന് പറയുന്നത് കേന്ദ്രവിഹിതമാണ്. 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമുള്ള പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് PM ശ്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നമുക്ക് ലഭ്യമാകുന്ന ഈ തുകയിൽ നിന്ന് പല പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കും. അത് ആധുനികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്നു പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യമെന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഈ പുതിയ കാലത്ത്, മാറുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ദിവ്യാംഗരായ കുട്ടികളുടെ പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളിലേക്ക് അത്തരത്തിൽ പരിഗണിക്കപ്പെടുകയും അവരുടെ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ കൃത്യമായി കണ്ടെത്തുകയും ചെയ്യുക. നമുക്കറിയാവുന്നതാണ്, പല ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള, മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികൾ പോലും ചാർട്ടേഡ് അക്കൗണ്ടൻസി വരെ എത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ആ കുട്ടികളെ എക്വിപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ, ഒരു പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമാണ് ഈ PM ശ്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ PM ശ്രീയിൽ നമുക്കറിയാവുന്നതാണ്, കെട്ടിടങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന കെട്ടിടങ്ങൾ, ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള കെട്ടിടങ്ങൾ തയ്യാറാക്കുക, അത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസന സംവിധാനം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഒരു സമഗ്ര വ്യക്തിഗത വികാസത്തിനുള്ള ഘടകമായി എങ്ങനെയാണോ വിദ്യാഭ്യാസത്തെ പരിവർത്തിപ്പിക്കേണ്ടത് ആ പരിവർത്തനം കൃത്യമായി നടത്താൻ സാധിക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ കാണുന്നുണ്ട് അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ എന്ന് പറയുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ഭൗതിക വികാസത്തിനനുസരിച്ച് അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയ അല്ലെങ്കിൽ അവരുടെ പുതിയ കണ്ടെത്തലുകൾ നടത്താനും കാര്യക്ഷമമായ കണ്ടെത്തലുകൾ നടത്താനുമുള്ള അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, ജയേന്ദ്രൻ മാസ്റ്റർക്ക് സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. കുട്ടികളിലെ ക്രിട്ടിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കുക, ഒരു പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, അത് വിമർശനാത്മകമായി എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് കുട്ടികളെ കാര്യക്ഷമമായി പഠിപ്പിക്കുന്നതിനെ കൃത്യമായ ഒരു നയരൂപീകരണം നടത്തുക. അത്തരത്തിലുള്ള നയരൂപീകരണത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ ടിങ്കറിംഗ് ലാബുകളും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വ്യാപകമാക്കുക എന്ന ഒരു ലേണിംഗ് മെത്തഡോളജിയുടെ ഒരു തത്വം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. മറ്റൊരു പ്രധാന വിഷയം, നമുക്ക് നിരവധിയായ ഘടകങ്ങൾ ഇതിൽ പരാമർശിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് സംസ്ഥാനത്തെ ഇപ്പോൾ IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ സ്കൂളുകളുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതായത് സ്കൂളുകളിൽ നിന്ന് തന്നെ പ്രതിഭയുള്ള കുട്ടികളെ കണ്ടെത്തി കൃത്യമായി വാർത്തെടുത്ത് അവരെ കൃത്യമായ വഴിയിലേക്ക് കൊണ്ടുചെന്ന് ആ വഴിയിലൂടെ അവരെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗത്തിലും രാഷ്ട്രത്തിൻ്റെ സേവനത്തിൻ്റെ ഭാഗത്തിലും കൃത്യമായ കോൺട്രിബ്യൂഷൻ നടത്താവുന്ന രീതിയിൽ അവരെ തയ്യാറാക്കുക, സജ്ജരാക്കുക. അതായത് ഒരു IIT-യിലെ ഇന്നോവേറ്റീവായ അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ ഏതെങ്കിലും ശാസ്ത്രശാഖയ്ക്ക് സാധ്യതയുള്ള ഞാൻ ഐസണിലേക്ക് മടങ്ങിയെത്താം. കാരണം ഇതൊരു വളരെ വിശാലമായ വിഷയമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത് എങ്ങനെ ഊന്നൽ നൽകും എന്നതിനെപ്പറ്റി ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഐസൺ ജോസിലേക്ക് വീണ്ടും പോവുകയാണ്. ഐസൺ നേരത്തെ വിശദീകരിച്ചു കൊണ്ടിരുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രത്തോളം കരുത്തും ആത്മവിശ്വാസവും പകരുന്നതാണ് PM ശ്രീ പദ്ധതി എന്നുള്ളതായിരുന്നു. ഐസണ് തുടരാം. തീർച്ചയായും ഈ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്, ഈ നേരത്തെ പ്രഗത്ഭമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ ഈ സ്കൂളുകളിലേക്ക് അവർക്ക് വേണ്ട വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ പരിശീലിപ്പിച്ചെടുക്കാൻ സാധ്യമായ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവർ എത്തുന്നു, അവർ അതിനുള്ള പരിശീലനം നൽകുന്നു. രാജ്യത്തിൻ്റെ വിശാല കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു നീക്കത്തിന് സാധ്യതയൊരുക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന വിഷയം നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ ആ നിമിഷം മുതൽ നടപ്പാക്കുന്ന, ആദ്യ പ്രസംഗത്തിൽ തന്നെ നടപ്പാക്കുന്ന അറിയിച്ചതാണ് സ്കിൽ ഇന്ത്യ. അതായത് നൈപുണ്യ വികസനത്തിൻ്റെ സാധ്യതകളാണ് മറ്റൊരു രീതിയിൽ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ്, അതായത് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ കഴിഞ്ഞ് പുറത്തു വരുന്നൊരു കുട്ടി ഒരു തൊഴിൽ നിപുണനായിരിക്കും, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാനുള്ള ശേഷി ആ കുട്ടിക്കുണ്ടായിരിക്കും. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, അപ്രന്റീസ്ഷിപ്പിൻ്റെ ചില ഓഫർ സംവിധാനങ്ങളുണ്ട്. സൗജന്യ അപ്രന്റീസ്ഷിപ്പുകൾ നൽകുന്നതിന് വേണ്ടി കമ്പനികൾക്ക് ചില സ്റ്റൈപ്പൻഡുകൾ നൽകുന്നതിന് ധനസഹായം നൽകുന്ന നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ട്. അത്തരത്തിൽ സാധ്യമായ
സ്റ്റൈപ്പൻഡുകളെല്ലാം തന്നെ ലഭ്യമാക്കി കുട്ടികളെ ഇത്തരത്തിലുള്ള ട്രെയിൻഡായ കുട്ടികളെ പരിശീലിപ്പിച്ച് അവരെ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുക, രാജ്യത്തിൻ്റെ തൊഴിൽ ശേഷി അതിശക്തമായി വർദ്ധിപ്പിക്കുക, രാജ്യത്തിൻ്റെ ആത്മനിർഭരതയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള തൊഴിൽ ശേഷിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വ്യാപകമായ ഒരു ശാക്തീകരണം കൂടിയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഒരു സ്കിൽ കൃത്യമായി ഉണ്ടാകുന്നു എന്നതാണ്. ഞാൻ ഐസണിലേക്ക് എത്താം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അരുൺ മോഹൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അരുൺ മോഹൻ, അങ്ങ് ഒരു അധ്യാപകൻ കൂടിയാണല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രത്തോളം കരുത്ത് പകരുന്നതാണ്? കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നമ്പർ 1 എന്ന് തള്ളുമ്പോഴും നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്നും വിദ്യാർത്ഥികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ വിദ്യാഭ്യാസത്തിനായി ഒഴുകുകയാണ്. ഇപ്പോൾ നാട്ടിൽ ആളെ കിട്ടാനില്ല, കുട്ടികളെ കിട്ടാനില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങൾ പോകുന്നു. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്ത് പകരട്ടെ എന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രത്തോളം കരുത്ത് പകരുന്നതാണ് ശ്രീ അരുൺ മോഹൻ ഈ PM ശ്രീ പദ്ധതി? വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇനി കേരളം അനുഭവിച്ചറിയാൻ തന്നെ പോവുകയാണ്. എന്തുകൊണ്ട് PM ശ്രീ പോലൊരു പദ്ധതി കേരളം പോലൊരു സംസ്ഥാനത്തിന് അനിവാര്യം എന്നതിന്റെ ഉത്തരം ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വയനാട് തിരുനെല്ലിയിൽ മന്ത്രി കേളുവിന്റെ സ്വന്തം പഞ്ചായത്തിലാണ് 127 ട്രൈബൽ വിദ്യാർത്ഥികള് ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് 3 ക്ലാസ് റൂമിലായ കുട്ടികൾ താമസിക്കുകയാണ്. ട്രൈബൽ വിദ്യാർത്ഥികൾ ഒറ്റ ബാത്റൂമിൽ. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഭിന്നശേഷി നിയമനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. 25,000 അധ്യാപകരുടെ നിയമനം തടഞ്ഞു വെച്ചു. ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യുന്ന 16,000 അധ്യാപകര്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് പണമില്ല എന്ന് ഒരു വശത്ത് പറയുകയും ഇങ്ങേ ഒരു വശത്ത് ഞങ്ങൾക്ക് PM ശ്രീ ഇല്ലാതെ തന്നെ PM ശ്രീ വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം കിഫ്ബി വഴിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് കാലാകാലങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് കുട്ടിക്ക് ഷോക്കേറ്റ് മരിച്ച സാഹചര്യം ഈ കേരളത്തിലുണ്ടായി. ഫിറ്റ്നസ് ഇല്ലാത്ത 1100 വിദ്യാലയങ്ങൾ, അതില് 850 സർക്കാർ സ്കൂളുകളാണെന്നുള്ള കണക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ പുറത്തുവിട്ട സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ സമഗ്ര ശിക്ഷാ അഭിയാൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. അതിന്റെ ഫണ്ട് തടഞ്ഞു വെക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കത്തില്ല എന്നൊരു യാഥാർത്ഥ്യം നിൽക്കെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ പണം കേരളത്തിന് തരുന്നില്ല എന്ന് പറഞ്ഞൊരു ഫേക്ക് നറേറ്റീവ് കേരളം മുഴുവൻ ഇവർ വ്യാപിപ്പിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിന്റെയും നവോദയ വിദ്യാലയത്തിന്റെയൊക്കെ നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ ഉയരുകയും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വർദ്ധിക്കുകയും അവർ സമൂഹത്തിന് പ്രയോജനമുള്ളവരായി മാറിക്കഴിഞ്ഞാൽ നാളെ ഇൻകുലാബ് വിളിക്കാൻ ഇവർക്ക് ആളെ കിട്ടില്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. SFI പോലൊരു വിദ്യാർത്ഥി സംഘടന ഈ വിഷയത്തിൽ എന്ത് കാര്യത്തിലാണ് എതിർക്കുന്നത് ഇവർ പറയണം. പുകമറ സൃഷ്ടിക്കുകയാണ്, കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പരസ്യമായിട്ട് പറയുന്നത്, ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് എതിർക്കാന് അല്ലെങ്കിൽ എതിർ ചേരിയിൽ നിന്ന് സംസാരിക്കാൻ? ആരും വന്നുകൊള്ളട്ടെ, നമുക്ക് സംസാരിക്കാമല്ലോ. തുറന്ന സംവാദങ്ങളാണ് ആവശ്യം. ഇപ്പൊ വലിയൊരു ഫയലുമായി AKG സെന്ററിലേക്ക് ബിനോയ് വിശ്വം പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വാർത്ത വരുന്നു. ഈ ഫയലിനുള്ളിലുള്ളത് എന്താണ്? കാവ്യവൽക്കരിക്കുന്ന ഏത് കണ്ടീഷനാണ് NEP-യുമായി ബന്ധപ്പെട്ടുള്ളത്? NEP-യെ കുറിച്ച് വളരെ വിശദമായി ഒരു അധ്യാപകൻ എന്ന രീതിയിൽ പഠിച്ച് വിദ്യാലയങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് പോകുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഏത് വിഷയത്തിലാണ് NEP ഇവർ എതിർക്കുന്നതെന്ന് പറയണം. കുട്ടികളെ സമഗ്രമായി, മുമ്പ് ഇവിടെ ഈ ചർച്ചയിൽ തന്നെ ആരോ സൂചിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു, IIT IIM നിലവാരത്തിലേക്ക് ചിന്തിക്കുന്ന രീതിയിലേക്ക് കുട്ടി വളർന്നു വരേണ്ടതല്ലേ? കയ്യിൽ കൂട്ടി 5ഉം 6ഉം പറയുന്ന സമയത്ത് ഇപ്പോഴും കൈവിരലുകളിൽ ഇത് കൂട്ടി അക്ഷരം തെറ്റിപ്പോന്ന, എഴുതുന്ന അക്ഷരം തെറ്റിപ്പോന്ന കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. നമുക്ക് വിഷമമുണ്ട് ഈ കാര്യത്തിൽ. ഇതിന് മാറ്റം വരണമെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് വരണം, അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരണം. ഇത്തരം കാര്യങ്ങള് നമുക്കറിയാമല്ലോ. നമ്മുടെ അടുത്തൊരു നവോദയ വിദ്യാലയം ഉണ്ടെങ്കിൽ, ഒരു കേന്ദ്രീയ വിദ്യാലയം ഉണ്ടെങ്കിൽ കുട്ടിയെ എൻട്രൻസിലെ പരീക്ഷ എഴുതിപ്പിച്ച് അവിടേക്ക് അയക്കാൻ മാതാപിതാക്കൾക്ക് താല്പര്യം എന്തുകൊണ്ടാണ് കൂടുന്നത്? പഠന നിലവാരം മുമ്പ് തന്നെ ഉയർത്തിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള മാതൃകാ വിദ്യാലയങ്ങളാണവ. ആ തരത്തിലേക്ക് കേരളത്തിൽ 336 വിദ്യാലയങ്ങൾ ഉയരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ അല്പം മുമ്പ് ഒരു പൊളിറ്റിക്കൽ ന്യൂസ് കേട്ടത്, CPI-യെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു അവർ. PM ശ്രീയുടെ പേരിൽ LDF-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകാൻ നിൽക്കുന്ന നമ്മുടെ ബിനോയ് വിശ്വക്ക് മനസ്സിലാക്കണേ. അഥവാ അങ്ങനെയാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, തെലങ്കാനയിലെ 832 വിദ്യാലയങ്ങൾ, കർണാടകത്തിലെ 655 വിദ്യാലയങ്ങൾ, ഹിമാചൽ പ്രദേശിലെ 227 വിദ്യാലയങ്ങൾ, ഇതൊക്കെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. ഇവിടെയൊന്നും കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്. ഇവർ ഈ 2 കൈ നീട്ടി KSU-ഒക്കെ അതിനെ എതിർക്കുന്നതായിട്ട് കാണുന്നു. ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും കേസ് മാത്രമല്ല, ഇപ്പോ VD സതീശൻ, അടൂർ പ്രകാശ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി ഈ പദ്ധതി എതിർക്കുകയാണ്.
ഇത് തന്നെയാണ് കേരളം. അതായത് ഈ കൊള്ളാവുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന, രക്ഷാകർത്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്ന, കുഞ്ഞുങ്ങളുടെ അവരവരുടെ പഠന നിലവാരത്തെ വർദ്ധിപ്പിക്കുന്നത് വരുമ്പോൾ ഇവരൊരു നറേറ്റീവുമായിട്ട് വരികയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ എതിർക്കുന്ന മുഴുവൻ നേതാക്കന്മാരും ചർച്ച ചെയ്യാൻ തയ്യാറാവട്ടെ. ഏത് കാര്യത്തിലാണ് കാവ്യവൽക്കരണം ഇവർ ചർച്ച ചെയ്യാൻ തയ്യാറാട്ടെ. കേരളത്തിലെ ഈ വിദ്യാലയങ്ങൾ നേരിടുന്ന ഈ ഭീഷണി, അതായത് വയനാട് തിരുനെല്ലിയിൽ ഈ കേളുവിന്റെ സ്വന്തം പഞ്ചായത്തിലെ ഈ അവസ്ഥയെക്കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ഇതിനെക്കുറിച്ച് വി ഡി സതീശൻ വാ തുറന്നത് കണ്ടില്ല. ഇതിന്റെയൊക്കെ പരിഹാരമാണ് PM ശ്രീ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷേ വി ഡി സതീശൻ ഒന്ന് ഫോൺ കറക്കി വിളിച്ചാൽ അദ്ദേഹത്തിന് ഈ കർണാടകത്തിൽ വിളിക്കാമല്ലോ, അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ടല്ലോ. AICC നേതാക്കന്മാര് നിരവധി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് കേരളത്തിൽ നിന്ന് പോയവരല്ലേ. അവരാരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കില്ല. കേരളത്തിലെ ജനങ്ങളെ ആരാണ് ഈ പൊട്ടന്മാരാക്കുന്നത്? കോ കരിക്കുലം ആക്ടിവിറ്റീസ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കോ കരിക്കുലം ആക്ടിവിറ്റീസ് നമ്മൾ ജനറലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കരിക്കുലത്തിന്റെ ഭാഗമാവുകയാണ്. ഒരു കുട്ടിയിൽ ഉള്ള കഴിവിനെ വികസിപ്പിച്ചെടുക്കാൻ, സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ഒക്കെ അതിനെ വികസിപ്പിച്ചെടുക്കാൻ, നൈപുണ്യത്തെ വികസിപ്പിക്കാൻ മുമ്പ് നാം ഉപയോഗിച്ചിരുന്ന വാക്കാണ് കോ കരിക്കുലം. NEP വന്നതോടുകൂടി കോ കരിക്കുലം എന്നുള്ള ടേം തന്നെ പ്രത്യക്ഷമായി. അത് കരിക്കുലത്തിന്റെ പാർട്ടാണ്. സ്വാമി വിവേകാനന്ദന്റെ ദർശനം ഈ ഭാരതം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ആരും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് CPI-യോ CPM-ഓ കോൺഗ്രസോ എതിർക്കുമെന്ന് തോന്നുന്നില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇരിക്കുന്ന യഥാർത്ഥ വസ്തുതയെ പുറത്തു കൊണ്ടുവരേണ്ടവരാണ് യഥാർത്ഥ അധ്യാപകരെന്ന് BEd-ന് നാം പഠിക്കുകയാണ്. പാഠ്യപദ്ധതി അതിനനുസരിച്ച് BEd-ന്റെ ഉൾപ്പെടെ പാഠ്യപദ്ധതി മാറുകയാണ്, അധ്യാപകർ മാറുകയാണ്. ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങൾ പകർന്നു കൊടുത്ത് അവന്റെ ഉള്ളിൽ കിടക്കുന്ന നിപുണതയെ കണ്ടെത്തുകയാണ്, ആ നൈപുണ്യത്തെ വളർത്തിയെടുക്കുകയാണ്. ഇത്തരത്തിൽ കൃത്യമായ ഒരു പഠനം നടത്തി ആവിഷ്കരിക്കുന്ന പദ്ധതിയിൽ എവിടെയാണ്, ഏത് പോയിന്റിനാണ് ഇവരെ അക്കാഡമിക്കലി ഇവർക്ക് എതിർക്കാനുള്ളത്? ഐഡിയോളജിക്കലിയാണ് ഇവരുടെ എതിർപ്പ്. ഐഡിയോളജിക്കലി എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ കാവ്യവൽക്കരണം, ഏത് കാര്യത്തിൽ കാവ്യവൽക്കരണം. ഇപ്പം RSSന്റെ ശാഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘാഷ്ടകമോ അല്ലെങ്കിൽ ഏകാത്മതാ സ്തോത്രമോ ഒക്കെയാണ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, അവർക്ക് അതിനെ എതിർക്കാം, ഐഡിയോളജിക്കലി എതിർക്കാം. ഇത് ഏത് കാര്യത്തിലാണ് ഇവർ ഇതിനെ എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ പ്രയോജനം ലഭിക്കുന്ന പദ്ധതി മുമ്പോട്ട് വരുന്ന സമയത്ത് എതിർക്കുന്നത്, ഞാൻ ആവർത്തിക്കുകയാണ്, CAA ഇവരെതിർത്തു, അത് നടപ്പിലാക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരളം പോയി. UAPA നിയമം വന്ന സമയത്ത് ഇവർ എതിർത്തു. UAPA ഭാരതത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഈ കേരളത്തിലാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ പദ്ധതി വന്നു, അല്ലെങ്കിൽ അങ്ങനെ പേരിടണം എന്നുള്ള കാര്യം വന്ന സമയത്ത് ഒരു കാരണവശാലും നടക്കത്തില്ലെന്ന് വീണ ജോർജ് വെല്ലുവിളിച്ച് പറഞ്ഞു. അവസാനം അത് തിരുത്തി. ഒരു ദിവസം നമ്മൾ ഈ ആഹാരം കഴിച്ചതിന് മുമ്പും ശേഷവും ഒക്കെ ഗുളിക കഴിക്കുന്നത് പോലെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വായിൽ ഇപ്പൊ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തെ നിങ്ങൾ ബന്ധപ്പെട്ടോന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്ന് പറഞ്ഞു അറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ഈ ഇൻകുലാബ് വിളിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിന്നുപോകും. ഇടതുപക്ഷം തന്നെ അപ്രസക്തമായി കിടക്കുന്ന ഇടതുപക്ഷം ഒന്നും ഇല്ലാതായി പോകും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇവർ ഈ എതിർപ്പ് കൊണ്ടുവരുന്നത്. കോൺഗ്രസിനെതിരെ കുടപിടിക്കുന്നത് ആത്മഹത്യാപരമാണെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ അരുൺ മോഹൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിവാദം തുടക്കം കുറിച്ചിരിക്കുകയാണ്. പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ CPI അതിനെ എതിർത്ത് രംഗത്തെത്തുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾ, കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി അതിന്റെ ഗുണഭോക്താക്കളാകുന്നു. എന്നാൽ അതേ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഡൽഹിയിലുള്ള സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ ഇതാ ഈ പദ്ധതിയെ കേരളത്തിൽ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയുമാണ്. വളരെ വിചിത്രമായ നിലപാട്, കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.